നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് റാണിപുരത്താണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് റാണിപുരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് റാണിപുരം. അതിമനോഹരമായിരുന്ന ഒരു സ്ഥലമാണ് റാണിപുരം. കാരണം നിങ്ങൾക്ക് എൻ്റെ പുറകിൽ ഇപ്പോൾ കാണാൻ പറ്റും കത്തിക്കറിഞ്ഞ കുറേ പുല്ലുകളൊക്കെ. ഈ അടുത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഈ പുല്ലൊക്കെ കത്തിച്ച് കളഞ്ഞത്. അവർ പറയുന്നത് കാട്ടുതീ തടയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പുല്ലൊക്കെ കത്തിച്ച് കളഞ്ഞതെന്നാണ്. കാരണം ഈ പുൽമേടിൽ നിന്നാണ് കാട്ടുതീ പടരുന്നതെന്നും അത് പടർന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നുള്ളത്. പക്ഷേ റാണിപുരത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ പുൽമേടും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇതാ തൊട്ട് പുറകിലൊരു മല കാണാം. ആ മലയിൽ പുൽമേട് ഇപ്പോൾ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് റാണിപുരത്തിൻ്റെ ഇവരെ ഒരു ഏരിയയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കത്തിച്ചിട്ടില്ല അവർ. അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗി തന്നെ അത് നിൽക്കുന്നുണ്ട്. അപ്പം റാണിപുരം എന്ന് പറയുന്നത് ആദ്യം റാണിപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ പുൽമേടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ പുൽമേടാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാട്ടുതീ തടയണം എന്ന പേരിൽ കത്തിച്ച് നശിപ്പിച്ച് എന്താ ഒരു വിധമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നാട്ടിലുള്ള യുവജന സംഘടനകളും അതേപോലെ തന്നെ പ്രകൃതി സ്നേഹികളും സഞ്ചാരികളൊക്കെ ഇതിനെതിരെ വൻ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം അർഹിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ പുൽമേട് കത്തിച്ചത് കൊണ്ട് ഇപ്പം ഇത് റാണിപുരം എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഒരുപാട് അപൂർവങ്ങളായ സസ്യങ്ങളും ജീവജാലങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് കത്തിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള അത്തരത്തിലുള്ള സസ്യങ്ങളും അതേപോലുള്ള ചെറിയ ചെറിയ ജീവജാലങ്ങളും ഇപ്പം ചെറിയ ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ പുല്ലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറേ ജീവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിൽ ചത്തുപോകുന്നുണ്ട്. അപ്പം സാധാരണക്കാർ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ബോധവൽക്കരിക്കേണ്ട, അതിനൊക്കെ തിരുത്തേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഇതിനെതിരെ നിങ്ങളുടെ പ്രതിഷേധം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യം കൂടി താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇവിടെ കത്തിച്ച പുൽമേടിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഞാൻ സത്യത്തിൽ ഇത് കാണിക്കാൻ ഇങ്ങോട്ട് വന്നതല്ല. ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു നല്ലൊരു വൈബല്ലേ ഇവിടെ രാവിലെ ഇങ്ങനെ ട്രക്കിങ്ങും അതേപോലെ തന്നെ ഈ മലമുകളിൽ നിന്ന് ഇങ്ങനെ സൂര്യനെ കാണുന്നതൊക്കെ നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രഭാത കാഴ്ചകളായിരിക്കും. അപ്പം അതൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കുറച്ച് വീഡിയോസും വിഷ്വലൊക്കെ എടുക്കാനും ചെറിയ വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ സങ്കടമായി. കാരണം റാണിപുരത്തിൻ്റെ ആ ഒരു മുഖച്ഛായ അതില്ലാണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. എന്തായാലും പുല്ല് വളരും, അത് ശരിയാണ്. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ള എത്ര ജീവികളൊക്കെ എത്ര ചെടികളും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. ഇന്നിവിടെ നല്ല തിരക്കാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തു നിന്നും പുറത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ട്രക്കിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ താഴെ എത്തിയപ്പോൾ തന്നെ അവിടെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെ ആരും ഉണ്ടാവില്ല, സമാധാനത്തിൽ കുറേ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. പക്ഷേ എന്നെക്കാളും മുമ്പേ ഇവിടെ എത്തിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ കാണാം നമുക്ക്. അതേപോലെ തന്നെ ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾ ഇതിനു മുമ്പ് റാണിപുരം വന്ന ആളുകൾക്കൊക്കെ ഈ പുൽമേട് കാണുമ്പോൾ എന്തായാലും വിഷമാവും. അല്ലെങ്കിൽ നോക്കിക്കോ നിങ്ങൾ, ഞാൻ വിഷ്വൽ കുറച്ച് കാണിക്കാം. ഇപ്പോൾ കുറച്ച് നാളായി തോന്നുന്നത് കത്തിച്ചിട്ട് പുല്ലൊക്കെ വീണ്ടും ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. എന്നാലും ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ആ ഒരു പുൽമേട് അങ്ങനെ ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഭംഗി. ഇതാ തൊട്ടപ്പുറത്തെ മലയിൽ നിങ്ങൾ നോക്കിക്കോ, കാണുന്നില്ലേ ആ ഒരു പുൽമേട്. അത് അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. ഇതേപോലെ കരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് എന്ത് ഭംഗിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ ആളുകളൊക്കെ വരുന്നത് ഇതൊക്കെ കാണാനും ഇതൊക്കെ ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു റാണിപുരം കാണാനും. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് തന്നെ നല്ലൊരു സുഖമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു കരിഞ്ഞൊരു ദിവസമായിപ്പോയി. കണ്ടോ ഈ പുൽമേടിൻ്റെയൊക്കെ അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട്. കാരണം ഇങ്ങനെയല്ല റാണിപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു പച്ചപ്പ്, ഇങ്ങനെ പച്ച പുല്ലിങ്ങനെ നീണ്ട്, അതായത് ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന പുൽമേടും അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സൊക്കെ നല്ല രീതിക്കൊന്ന് എന്താ പറയണ്ടേ, നല്ല ശാന്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ ഇന്നത്തെ ദിവസം ശരിക്കും നിരാശപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പഴഞ്ചൻ സിസ്റ്റങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. പണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതേപോലുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പുൽമേടൊക്കെ കത്തിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാട്ടുതീ തടയാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളൊക്കെ കുറച്ചും കൂടി പുരോഗമിച്ചത് കൊണ്ട് അവർ അതിനനുസരിച്ചുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാട്ടുതീ തടയാനും അതേപോലെ നേരത്തെ അതിൻ്റെ മുന്നറിയിപ്പ് ലഭിക്കാനൊക്കെ. പക്ഷേ ഇവിടെയുള്ള ആളുകൾ മൊത്തം നശിപ്പിച്ചിട്ടാണ് കാട്ടുതീ തടയുന്നത്. എന്ത് പരിപാടിയാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി എന്തായാലും കുറച്ച് കാഴ്ചകളും കൂടി കാണാം, ഇല്ലെങ്കിൽ ഇവിടെ വന്നത് വെറുതെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കത്തിക്കാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. ആദ്യം തന്നെ ഈ കാട് കഴിഞ്ഞ് നമ്മുടെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോൾ
ആ കാണുന്ന വഴിയില്ലേ, അതിൽ കൂടിയാണ് ആളുകൾ വരുന്നുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞ് ആദ്യം എത്തുന്നത് പുൽമേടിലേക്കാണ്. സാധാരണ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇതിന് മുമ്പൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. ഇവിടെ എത്തുമ്പോൾ ഈ പുൽമേട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും, വേറെ തന്നെ ഒരു ഫീലായിരിക്കും. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഇന്ന് കാണുന്ന ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കത്തിക്കരിഞ്ഞ പുല്ലാണ്. അപ്പം തന്നെ ഇവിടെ വന്നതിൻ്റെ ഒരു ഇതങ്ങോട്ട് പോയി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. കത്തിക്കാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്, അവിടെയൊക്കെ പോയിട്ടൊന്ന് കാണാം. കണ്ടോ, ഇതുവഴിയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നുള്ളത്. ഇവിടെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കാണുന്ന പോലെ ഉണ്ടോ, അത് മൊത്തം കരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നടന്ന് കുറച്ചുകൂടി മുന്നോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ശരിക്കും പുൽമേട് കൂടുതലുള്ള ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം നിങ്ങൾ നോക്ക്, നല്ല പച്ചപ്പുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്ന മലകളൊക്കെ കർണാടക അതിർത്തിയിലുള്ളതാണ്. ഇതാണ് കർണാടക ബോർഡർ. അതിനപ്പുറത്തൊക്കെ ആ കാണുന്നതൊക്കെ കർണാടക ഫോറസ്റ്റാണ്. ഒരുപാട് ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇതിൽ കാണാം, നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. സാധാരണ റാണിപുരം ഇങ്ങനെയൊന്നും അല്ല, അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു പ്രദേശമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ ഭയങ്കര തിരക്കാണ്. എല്ലാ ദിവസവും മിക്ക ദിവസവും ഇത്രത്തോളം ആളുകളുണ്ടാവും. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് കുറച്ച് അധികം ആളുകളുണ്ട്. ശരിക്കും ആളുകളൊക്കെ ഇന്ന് വളരെ നിരാശയോട് കൂടിയാണ് ഇവിടുന്ന് മടങ്ങുന്നുള്ളത്. കാരണം ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഈ പുൽമേടൊക്കെ ഇതേപോലെ ഇവർ കരിച്ച് കളഞ്ഞിട്ടുണ്ട്. ശരിക്കും എല്ലാവരും ഇവിടെ വരുന്നത് ഇതിൻ്റെ ഒരു പച്ചപ്പും സൗന്ദര്യമൊക്കെ ആസ്വദിക്കാനും കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് റിലാക്സ്ഡായിട്ട് ഇങ്ങനെ പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും ആളുകൾ ഇവിടുന്ന് നിരാശയോടുകൂടി തന്നെ മടങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പ്രകൃതി സ്നേഹികൾ ഈ പുൽമേട് കത്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ അന്വേഷിക്കാനും ഇത് കാണാനൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം. പുൽമേട് കത്തിച്ചത് ഇവർ അത്ര നല്ലൊരു നടപടിക്രമമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഇവിടെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു കാര്യമാണിത്. ഇന്ന് തന്നെ ഇവിടെ റാണിപുരത്ത് പല സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധമുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഭരണസമിതികളും പഞ്ചായത്തൊക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയായിരുന്നു. ഫോറസ്റ്റുകാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത് കത്തിച്ചത് എന്നൊരു അന്വേഷണം നടത്തുന്നതാണ് എനിക്ക് അറിയിക്കാനുള്ളത്. പ്രകൃതി സ്നേഹികളാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ ഞങ്ങൾക്ക് ഈ പച്ചിപ്പ് കാണാനും പിന്നെ അതിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി അനുഭവിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കരിഞ്ഞ കാട് കണ്ടപ്പം ഒരു സത്യത്തിലൊരു സങ്കടമായിപ്പോയി. ഞങ്ങളിതല്ല പ്രതീക്ഷിച്ചിരുന്നത്. ഈ റാണിപുരത്തിൻ്റെ ആ ഒരു പച്ചിപ്പ് കാണാനും വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഒരു കുന്നിൻ്റെ മേലെ എത്തി ചെറിയ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കാരണം നല്ല ട്രക്കിംഗ് ആണ് ഇങ്ങോട്ടേക്ക്. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, പിന്നെ നല്ല കയറ്റാണ്. അപ്പോൾ മേലെ എത്തുമ്പോഴത്തേക്കും നല്ല ടയർഡാവും. ഞാൻ പിന്നെ മെല്ലെ വന്നതാണ്, കുറേ വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ വന്നതാണ്. പിന്നെ ഈ അവസാനത്തെ ഈ ഒരു കയറ്റം കയറുമ്പോൾ കുറച്ച് നല്ല ക്ഷീണം വന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വെറുതെ ഇരുന്നതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണാം, ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കേട്ടോ, എൻ്റെ പുറകിലിപ്പോൾ കാണുന്നുള്ളത് കർണാടക ഫോറസ്റ്റാണ്. പിന്നെ ആ ഭാഗത്താണ് നമ്മുടെ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. അതിലേ കൂടിയാണ് നമ്മളിങ്ങോട്ട് വന്ന് കാണിക്കാം. കണ്ടോ, ആ ഭാഗമല്ലേ, അതാണ് ടിക്കറ്റ് കൗണ്ടർ. പിന്നെ അതേപോലെ അവിടുന്ന് ആ ഫോറസ്റ്റ് അതിലേക്ക് കൂടി കയറി എന്താ വഴിയുണ്ടോ, അതിലാളുകൾ വരുന്നത് കാണാം. ഇങ്ങനെയാണ് നമ്മളിങ്ങോട്ടേക്ക് എത്തിയത്. നല്ല ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്, കൃത്യമായിട്ട് എത്ര ഉണ്ടെന്നറിയാം, എന്നാലും 2-3 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. അത്യാവശ്യം ഹെവി ട്രക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയ സീസൺ മഴക്കാലമാണ്. മഴക്കാലത്ത് നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നെ നല്ല കോടയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കോടയൊന്നുമില്ല, പിന്നെ പച്ചപ്പുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്നത് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ അട്ടയുടെ ശല്യം ഉണ്ടാവും, പിന്നെ അതെല്ലാ ഗാർഡുകളിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും റാണിപുരം ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത മഴക്കാലത്ത് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും മഴക്കാലത്തേക്ക് വന്നു, നല്ല പച്ചപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വന്നു. ബാക്കി ഇനി ഇത് അങ്ങോട്ടേക്ക് നമുക്ക് പോകാനുള്ളത്. ആ കുന്നിൻ്റെ മേലെ കയറി അതിനപ്പുറത്ത് മറ്റൊരു ചെറിയൊരു കുന്ന്, അതിൻ്റെ മേലൊരു പാറയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പിന്നെ ഈ പുൽമേട് എന്ന് പറഞ്ഞാൽ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ചില സമയങ്ങളിൽ ഇവിടെ ആനകളൊക്കെ വരാറുണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് ആനപ്പിണ്ടൊക്കെ കാണാം, അതും കത്തിക്കരിഞ്ഞത് ഇതിവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ആനകളൊക്കെ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ നാളായിട്ടുണ്ടാകും, കാരണം ഈ കരിഞ്ഞ പുല്ല് തിന്നാൻ എന്തായാലും ആന വരുമല്ലോ. അപ്പോൾ ഈ കുന്നിറങ്ങി നമുക്ക് അതുവഴി അങ്ങനെ ആ കുന്നിലേക്ക് പോവാം. ഇവിടെ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. കട എന്ന് പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ട്രക്കിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന ആളുകൾക്ക് ഇവിടുന്ന് ചെറിയ നാരങ്ങ വെള്ളവും അതേപോലെ തന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇന്നലെയാണ് ഇവരിത് തുടങ്ങിയത്. എന്തായാലും അത് ആളുകൾക്ക് വലിയൊരു ഉപകാരം തന്നെയായിരുന്നു. കാരണം മേലെ എത്തിക്കഴിഞ്ഞാൽ വെള്ളമൊന്നും ഇല്ലാതെ വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നല്ല ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഇവിടുന്ന് ജസ്റ്റ് റെസ്റ്റ് എടുക്കാനും അതേപോലെ തന്നെ ഇവിടുന്ന് നാരങ്ങ വെള്ളവും അതേപോലെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നല്ല നടക്കാം. ഇനി ഒരു കുന്നുകൂടെ ഉണ്ട്. കുറേ പേര് ഇതിൻ്റെ ചെരുവിൽ കൂടിയുള്ള റോഡല്ല വഴി കൂടി നടക്കുന്നുണ്ട്. കുറേ പേര് ഇതാ കുന്ന് കയറി പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ വേണം നമുക്ക് പോവാം. അത്യാവശ്യം ഇവിടെ എത്തുമ്പോൾ എല്ലാവരും ടയേർഡാവും. അങ്ങനെയുള്ള ആളുകൾക്ക് പോകാനാണ് ഈ കുന്നിൻ ചെരുവിലേ കൂടിയുള്ള വഴി. പിന്നെ കുറച്ച് സ്റ്റാമിനയൊക്കെ ഉള്ള ആളുകൾക്ക്, നല്ല ഹെവി ട്രക്കിംഗ് ഒക്കെ ആഗ്രഹിച്ച് വന്ന ആളുകൾക്ക് ഇതുവഴി പോവാം. അങ്ങനെ നമ്മളിതാ കുന്നിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഇതാണ് നല്ല പുല്ലൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു മുമ്പ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടായത്. ആ ഫോട്ടോ ഞാൻ എന്തായാലും ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഉള്ള ഫോട്ടോയും അല്ല ഇപ്പോൾ ഉള്ള വിഷ്വലും ആ ഫോട്ടോയും ഒന്ന് വെച്ച് നോക്ക്. ആ കുന്നിൻ ചെരുവിലെ കൂടി വരുന്ന വഴി ഇതാണ് കേട്ടോ. ഈ വഴി വരാം. നമ്മൾ വന്നത് ഈ മല കയറി ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ആളുകളൊക്കെ അവിടെ എത്തി മടങ്ങി പോകുന്നുണ്ട്. ഇനി നമുക്ക് ആ പാറയുടെ മേലെ പോവാം. നല്ല കാടിൻ്റെ സൗണ്ട്. ശരിക്കും ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാടിൻ്റെ ശബ്ദം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ചീവീടിൻ്റെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കി അതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല. കുറേ പേര് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ച് വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളപ്പോൾ ആ ഭാഗത്തു നിന്ന് കണ്ട പാറ, ആ വലിയ പാറയില്ലേ, ആ കുന്നിൻ്റെ മേലേക്ക് ആളുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ തിരിച്ചിറങ്ങാൻ പോവാണ്. സമയം കുറച്ച് ലേറ്റായി, നല്ല വെയിലായി. അതുകൊണ്ട് ഇനിയിപ്പോൾ വെയിലത്ത് ഇവിടെ വന്നിട്ട് കാര്യമില്ല. നല്ല വെയിലായിരിക്കും. പിന്നെ ചൂടില്ല, തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചൂടില്ല, എന്നാലും നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിതാ ഇറങ്ങാൻ പോവാണ്. നമ്മൾ വന്ന അതേ വഴി കൂടി തന്നെയാണ് ഇറങ്ങുന്നുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു കരിഞ്ഞൊരു വ്ളോഗായി പോയി എന്നറിയാം. റാണിപുരത്തിൻ്റെ യഥാർത്ഥ ഭംഗി ഇങ്ങനെയൊന്നും അല്ല. അതെന്തായാലും മറ്റൊരു വീഡിയോയിൽ ഞാൻ ഈ പുല്ലൊക്കെ ഒന്ന് കിളിർത്ത് വന്നതിന് ശേഷം നല്ല പച്ചപ്പൊക്കെ ആയതിനു ശേഷം വന്ന് നല്ലൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കൊക്കെ ഇഷ്ടമായി എന്നറിയില്ല. അതുകൊണ്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം. ഞാൻ അധികം ട്രാവൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം, നേരിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതൊക്കെ തിരുത്തി നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഉണ്ടായ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും അങ്ങോട്ട് വേണം. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.